അമൽ നീരദ് അടുത്തതായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവി ഏത് എന്നുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാമാണല്ലോ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നത്. ഇപ്പോൾ ഇത് അതിൻ്റെ ഏകദേശ രൂപധാരണയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ഭീഷ്മപർവം എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ഇപ്പോൾ ഇതാ മമ്മൂക്കയും അമൽ നീരദും വീണ്ടും ഒന്നിക്കാൻ വേണ്ടി പോകുന്നു. കൂടെ ദുൽഖർ സൽമാനും ചാക്കോച്ചനുമുണ്ട്. ദുൽഖർ സൽമാന്റെ വേഫെയറർ ഫിലിംസും അതോടൊപ്പം തന്നെ ചാക്കോച്ചന്റെ ഉദയ പിക്ചേഴ്സും അമൽ നീരദ് പ്രൊഡക്ഷനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുക എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ഒരു പ്രധാന വേഷത്തിൽ ചാക്കോച്ചനും സിനിമയിലെത്തും. മമ്മൂക്ക ദുൽഖർ സൽമാൻ ഇതുവരെയും ഒന്നിച്ചു ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. ഇനി ഈ ഒരു സിനിമയിൽ എന്തെങ്കിലും ക്യാമിയോ റോൾ ദുൽഖർ സൽമാൻ ചെയ്യുമോ എന്നുള്ളതും ചർച്ച നടക്കുന്നു. വിഷു ദിനത്തിന്റെ അന്ന് സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാര്യങ്ങളെല്ലാം വരേണ്ടതായിരുന്നു. എന്നാൽ ബസൂക്ക എന്ന് പറയുന്ന മൂവി തിയേറ്ററിൽ ഓടുന്നതിനാൽ പ്രേക്ഷകരുടെ ശ്രദ്ധ മൊത്തം ഈ ഒരു സിനിമയിലേക്ക് തിരിയും എന്നതിനാൽ ആ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് കാര്യങ്ങളെല്ലാം നീട്ടിവെക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു മൂവി ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട് ബിലാലായിരിക്കുമോ അല്ലെങ്കിൽ മറ്റൊരു കഥയുമായിട്ടാണോ അമൽ നീരദ് വരും എന്നുള്ളതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒക്കെ അവർ തന്നെ നൽകേണ്ടതാണ്. മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് ഇനി അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഏകദേശം 70% ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ്. ഇനി മമ്മൂക്കയുടെ കുറച്ച് പോർഷൻസും ലാലേട്ടൻ്റെ കുറച്ച് പോർഷൻസൊക്കെയാണ് ഷൂട്ട് തീരാനുള്ളത്. അതിനുശേഷം ഏത് എന്നുള്ള ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരിക്കുന്നു. നിതീഷ് സഹദേവ് ചിത്രം നേരത്തെ തന്നെ റൂമേഴ്സ് കാര്യങ്ങളെല്ലാം പുറത്തു വന്നതാണല്ലോ. ആ ഒരു സിനിമ ചെറിയ ഗ്യാപ്പിലേക്ക് നീണ്ടുപോവുകയാണെങ്കിൽ അതിനിടയിൽ അമൽ നീരദ് ചിത്രം കയറാനും സാധ്യതയുണ്ട്. 99% ഉറപ്പായ ഈ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനോജനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.